ബനു ഇസ്രായേൽപ്പെട്ട ഒരാള് 60 വർഷം ഒരാവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഇബാദത്തിലായി കഴിയുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹം സ്വന്തം മനസ്സിനോട് പറഞ്ഞു, നിന്നിൽ വല്ല നന്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടേനെ. പിന്നീട് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ അദ്ദേഹം ഒരു അശരീരി കേട്ടു. എന്താ കേട്ടത്? നീ ഇന്നാലിന്ന സമയത്ത് നിന്നെ ചെറുതായി കണ്ടില്ലയോ, അതാണ് ഇത്രയും വർഷം ആരാധന നിരതനായി കഴിഞ്ഞതിനേക്കാൾ നിനക്ക് ഉത്തമം. നോക്ക് നിങ്ങൾ, അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്തൊരു അശരീരിയാണത്. ഇത്രയും വർഷം നീ നിന്നെ ചെറുതായി കണ്ടു, വിനയമുള്ളവനായി താഴ്മയോടുകൂടെ നീ ജീവിച്ചു, അതാണ് നീ ഇത്രയും വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം. നമ്മൾ കുറെ ഇബാദത്ത് ചെയ്യാന്നുള്ളതല്ല, താഴ്മയോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യുമ്പോഴേക്ക് ഞാനൊരു സംഭവമാണ്, ഒരു 5 വക്ത് നിസ്കാരം ജമാഅത്ത് കിട്ടുമ്പോഴേക്ക്, അത് കൃത്യമായി നിസ്കരിക്കുമ്പോഴേക്ക്, ഒരു റമദാനിൽ ഒരു 2 ഖത്മ് തീർക്കുമ്പോഴേക്ക് ഞാനൊരു സംഭവമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ച് ഈ ഇബാദത്തൊക്കെ ചെയ്യാനുള്ള കഴിവ് നൽകിയവൻ അള്ളാഹുവാണ് എന്ന ചിന്ത വേണം. കുറെ ഇബാദത്ത് ചെയ്ത് കിബർ നടിച്ചാൽ അതൊക്കെ ഫലമില്ലാതായി. അതുകൊണ്ട് താഴ്മയോടുകൂടെ ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കണം. എത്ര കൊല്ലം ജീവിച്ചാലും താഴ്മയാണ് വലിയ ഇബാദത്തിനേക്കാൾ ഫലം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ മനുഷ്യനോട് പറഞ്ഞത്, നീ ഇത്രയും കാലം നിന്റെ ശരീരത്തെ ചെറുതായി കണ്ടു, ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല എന്ന ചിന്തയോടെ, എന്നേക്കാൾ വലിയ ആളുകൾ ഇവിടെയുണ്ട്, അള്ളാഹുമായി എന്നേക്കാൾ അടുത്തവരുണ്ട്, ഞാൻ ഒന്നുമല്ല എന്ന ചിന്തയോടുകൂടെ ജീവിച്ചപ്പോൾ 60 വർഷം 24 മണിക്കൂറും ഇബാദത്തിലായി കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും വലിയ പവർ ഈ ഒരു ചിന്തയോടെ ജീവിച്ചതിനാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിനയത്തിന് വലിയ മഹത്വമുണ്ട്. മൻ തകബ്ബറ വദഅഹു അല്ലാഹ്, കിബ്ർ നടിച്ചാൽ അവൻ അല്ലാഹു തായോട്ട് വലിച്ചു കൊണ്ടുപോകും. അവൻ തവാദഅ, ഒരാൾ താഴ്മയോടുകൂടി ജീവിച്ചാലോ റഫഅഹു അല്ലാഹു അവനെ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിക്കളയും. താഴ്മയോടുകൂടെ ജീവിച്ച് ഞാൻ ഒന്നുമല്ല എന്ന ചിന്തയോടെ ജീവിച്ചാൽ എല്ലാം നമുക്ക് അല്ലാഹു നൽകും. കിട്ടിയാലും കിബ്ർ നടിക്കരുത്, അപ്പോഴും താഴ്മയോടുകൂടി ജീവിക്കണം. അല്ലാഹു തആല അവർ ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളുടെ അടയാളമായി കൊണ്ട് തന്നെ പറഞ്ഞത് അവർ താഴ്മയോടുകൂടെ ജീവിക്കുന്നവരാണെന്ന്. ആ അടിമകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.